നേർക്കാഴ്ചയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളുകളിൽ പഠിക്കുന്ന കുരുന്നുകളുടെ ജീവന് ആപത്തായിട്ടുള്ള ഭീഷണിയായിട്ടുള്ള ചില കാര്യങ്ങൾ കാണിക്കാനായിട്ടാണ്. അതുപോലെ തന്നെ ഇതിലെ യാത്ര ചെയ്യുന്ന ആളുകൾക്കും വളരെയധികം ആപത്ത് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഇതിലൂടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാവരും പരമാവധി ഷെയർ ചെയ്യണം. അധികാരികളുടെ മുന്നിലെത്തും വരെ ഇത് ഷെയർ ചെയ്യണം. ഇതിനൊരു പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. ഇത് നമ്മുടെ തേവര റോഡാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടത് ഇവിടുത്തെ ഒരു ചർച്ചാണ്, പ്രധാനപ്പെട്ട ഒരു ചർച്ചാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അമ്പലമുണ്ട്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് സീക്രട്ട് ആർട്സ് കോളേജാണ്. SH എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടും. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട്. അതിൻ്റെ ഈ സീക്രട്ട് ആർട്സ് കോളേജിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് സെൻറ്റ് മേരീസ് സ്കൂളുണ്ട്. അത് ഹൈസ്കൂളാണ്. അതുപോലെ തന്നെ അതിനപ്പുറത്തായിട്ട് CMI ഹൈസ്കൂളുണ്ട്. ഇതെല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് വളരെയധികം തിരക്കേറിയ റോഡാണ് എന്നുള്ളതാണ്. എറണാകുളത്തെ തേവര റോഡാണ്. തേവര ഫെറിയിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. ഈ റോഡിലെ വളരെ വലിയൊരു അപകടം, അത് ഞാൻ സ്ഥിരമായിട്ട് ഇതിലെ പോകുമ്പോൾ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു കാര്യമാണ്. ആ കാഴ്ച അത് പലരും കണ്ടിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. ഇനി ആരും ശ്രദ്ധിക്കാതെ പോകുന്നതാണോ എന്നറിയില്ല. എന്തായാലും അതൊരു വലിയ അപകടം നമുക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് അധികാരികൾ കാണണം. എല്ലാ എന്നുണ്ടെങ്കിൽ ഈ സ്കൂളുകളിൽ പഠിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ പോകുന്ന വഴിയാണ്. വളരെയധികം യാത്രക്കാർ പോകുന്ന വഴിയാണ്. ഈ വഴിയിലെ ഈ അപകടം എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്താണ് ഈ അപകടം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ അപകടം എന്ന് പറയുന്നത് നമ്മുടെ ഈ പോകുന്ന വഴിയിലെ റൈറ്റ് സൈഡിൽ കാണുന്ന മതിലുകൾ, ഈ മതിലുകളെല്ലാം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാം ഈ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന സ്ഥിതിയിലാണ്. കണ്ടോ, ഈ മതിലുകളെല്ലാം റോഡിലേക്ക് ചാഞ്ഞ് നിൽക്കുകയാണ്. അത് ഇവിടെ നിന്നുള്ള അതിൻ്റെ ലെവൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഈ മതിൽ കഴിഞ്ഞിട്ടുള്ള പോർഷൻ അത് റോഡിലേക്ക് ചാഞ്ഞ് നിൽക്കുക. ഈ നേരെ കാണുന്നതാണ് CMI സ്കൂളിൻ്റെ കളിസ്ഥലവും സ്കൂളും. മനസ്സിലായി? ഇതിലെയാണ് കുട്ടികൾ ധാരാളം പോകുന്നത്. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. മതിലുകളെല്ലാം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. അതായത് പൊട്ടി വിണ്ട് കീറി ഇരിക്കുന്ന മതിലുകളാണ് ഭൂരിഭാഗവും. എല്ലാം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. ചെറിയൊരു നല്ല രീതിയിലുള്ള മഴയാണ് പെയ്യുന്നതെങ്കിൽ ഇതെല്ലാം ഇതിലേ പോകുന്ന യാത്രക്കാരുടെ മേത്തേക്ക് വീഴും. പല മതിലുകളും ഇത് കണ്ടോ, പോസ്റ്റിലേക്ക് ചാഞ്ഞ് പോസ്റ്റിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത്. അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഞാനതൊന്നുകൂടി കാണിച്ചു തരാം. ഈ മഴക്കാലത്ത് വളരെയധികം ദുരന്തങ്ങൾ കേട്ട് വളരെയധികം വിഷമിച്ചിരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാം. കണ്ടോ, ഈ പോസ്റ്റിൻ്റെ ബലത്തിലാണ് ഈ മതിൽ നിൽക്കുന്നത്. ആ പോസ്റ്റാണ് അതിനെ താങ്ങി നിർത്തിയിരിക്കുന്നത്. എല്ലാ മതിലുകളും, ഇവിടെയുള്ള ഭൂരിഭാഗം മതിലുകളും റോഡിലേക്ക് ചാഞ്ഞാണ് നിൽക്കുന്നത്. ഈ സൈഡിൽ കൂടിയാണ് ഈ കുട്ടികൾ പഠിക്കാനായിട്ട് സ്കൂളുകളിലേക്ക് പോകുന്നത്. ഒരാപത്ത് സംഭവിച്ചതിന് ശേഷം വിലപിച്ചിട്ട് കാര്യമില്ല, അതിന് പരിഹാരം കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ അതിന് മുന്നേ ഈ വീഡിയോ പരമാവധി അധികാരികളിലേക്ക് എത്തും വരെ എല്ലാവരും ഷെയർ ചെയ്യുക. ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും പ്രയത്നിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത് വളരെയധികം അപകടം പിടിച്ചൊരു സംഭവമാണ്. അത് നേരിട്ട് കണ്ടാലേ അത് ബോധ്യമാകുള്ളൂ. എത്രയധികം സ്കൂളുകൾ, സെൻറ്റ് തോമസ്, സെൻറ്റ് മേരീസ്, CMI സ്കൂള്, കോളേജ് എല്ലാം ഉള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ചർച്ചുകളും അമ്പലങ്ങളും എല്ലാം നിരവധി ആളുകൾ, നല്ല തിങ്ങി നിറഞ്ഞ ആളുകൾ പോകുന്ന ഒരു റോഡാണ് ഈ കാണുന്നത്. കണ്ട, ഇത് വേറൊരു മതിലാണ്. ഇത് കാണാം. ഇതിൻ്റെ ഗേറ്റ് അടക്കം പോസ്റ്റും, അതായത് പോസ്റ്റിലാണ് കൊണ്ടു നിൽക്കുന്നത്. കണ്ടോ, വിണ്ട് കീറി റോഡിലേക്ക് ചാഞ്ഞാണ് നിൽക്കുന്നത്. അതിൻ്റെ പില്ലറടക്കം കണ്ടോ, പില്ലറടക്കം പുറത്തേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത്. ഇത് നല്ലൊരു മഴയും കാറ്റും ഉണ്ടായാൽ ഇതിലെ പോകുന്നവരുടെ മേത്തേക്ക് വീഴാൻ പാകത്തിനാണ് ഇതെല്ലാം നിൽക്കുന്നത്. കുഞ്ഞു കുട്ടികൾ ഇതിലെ പോകുമ്പോൾ അവരുടെ മേത്തേക്ക് വീണ് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിനു മുമ്പ് ഇതിനൊരു പരിഹാരം കാണുന്നവർ. ഇത് കണ്ട, സർക്കാരിൻ്റെ പ്രോപ്പർട്ടിയാണിത്. കേരള പോസ്റ്റൽ സർക്കിളിൻ്റെ ഗസ്റ്റ് ഹൗസാണ് ഈ കാണുന്നത്. ഗസ്റ്റ് ഹൗസിൻ്റെ പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത്. അതിൻ്റെ മതിലാണ് ഈ പുറത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നത്. കണ്ടോ, ആ ടെലിഫോൺ പോസ്റ്റിൻ്റെ ബലത്തിലാണ് ഈ മതിൽ നിൽക്കുന്നത്. നേരെ സ്കൂളിൻ്റെ മുൻവശത്തായിട്ടുള്ള മതിലുകളാണ് ഈ കാണുന്നത്. ഇതാരും കണ്ടില്ല എന്ന് പറയരുത്. വളരെ നാളുകളായിട്ട് ഈ സ്ഥിതിയിൽ തുടരുന്ന
സംഭവമാണിത്. എല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ ഇതിനൊരു പരിഹാരം കാണാനായിട്ട് നിർദ്ദേശിക്കാനായിട്ട് ആരും തയ്യാറല്ല എന്നുള്ളതാണ്. അധികാരികളാണെങ്കിൽ കണ്ണടച്ച് ഇട്ടാക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് വാവിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചെയ്യുക. ഈ വീഡിയോയെങ്കിലും നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് അധികാരികൾ കാണും വിധം എല്ലാവരും ഷെയർ ചെയ്ത് പരമാവധി ഇത് പ്രചരിപ്പിക്കുക. കാരണം ഇത് വലിയൊരു ആപത്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക.